ഈ ഇല കാണുമ്പോൾ എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ? ഇത് പൊട്ടറ്റോസ് ആണ് കേട്ടോ. ആ ചട്ടിയിൽ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ചെറിയ ചെറിയ ഉരുളക്കിഴങ്ങുകൾ കിടക്കുന്നുണ്ട്. നമ്മുടെ ഗാർഡനിലുണ്ടായിരുന്നതാണ്. അതിനൊക്കെ ഞാൻ പറക്കി കൊണ്ടുവന്ന് ചട്ടിയിലിട്ടതാണ്. വേറൊരു ചട്ടിയും ഉണ്ടായിരുന്നു ഇപ്പം തന്നെ. വഴുതനങ്ങ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും വലുപ്പത്തിലുള്ള വഴുതനങ്ങ ഉണ്ടാവുന്നത്. ഇത് ഞാൻ ചെടിയായിട്ട് വാങ്ങിച്ചതാണ്. സാധാരണ ഞാൻ എപ്പോഴും സീഡ് ഇടാറ്. അല്ല, ഞാൻ വിചാരിച്ചു ചെടി വാങ്ങിച്ച് വെച്ച് നോക്കാമെന്ന്. അപ്പം നല്ല വഴുതനങ്ങ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഹാലപ്പീനോ പെപ്പേഴ്സാണ് കേട്ടോ. നല്ല എരിവുള്ള പെപ്പേഴ്സില്ലേ പിzzയിലൊക്കെ ഇടുന്നത്, അതാണ് സാധനം. പിന്നെ ഒരു വൈകി വന്ന വസന്തം ഉണ്ട്. ഞാൻ അബദ്ധത്തിൽ കണ്ടുമുട്ടിയതാണ്. സ്ട്രോബെറി ഉണ്ടായിരിക്കുന്നത് ഈ കാലത്ത്. പിന്നെ ഇത് ക്യാപ്സിക്കം മുളകാണ് കേട്ടോ. എൻ്റെ പൂവിട്ട് വരുന്നുള്ളൂ. പിന്നെ ഇത് തക്കാളി, നേരത്തെ കണ്ടതായിരുന്നു ക്യാപ്സിക്കം. തക്കാളിയുടെ മുകളിലും ഒരു 5-6 ഉണ്ടായിട്ടുണ്ട്. അതേത്തോരം വലുപ്പമുള്ള തക്കാളിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വെറൈറ്റി അറിയാണ്ട് വാങ്ങിച്ചതാണ്. ഈ വള്ളി എന്താണെന്ന് എല്ലാവർക്കും വല്ല ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചെറുതായിട്ട് പൊടിച്ച് വരുന്നുണ്ട്. അത് എനിക്കറിയാം എന്താണെന്ന്, ഞാൻ നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചതാണ്. ഇത് നമ്മുടെ നിത്യവസന്തം വാഴ അവിടെ നിൽക്കുന്നുണ്ട്. ഇക്കൊല്ലവും കുറച്ച് ഇടയൊക്കെ ആയിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ ഗാർഡനിൽ എങ്ങനെയോ ഒരു ഓക്സാലിസ് വന്ന് പെട്ടിട്ടുണ്ട്. എവിടെ നിന്നാന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. പിന്നെ ഇത് റണ്ണർ ബീൻസ്, അതിൻ്റെ താഴെ കുറച്ച് റെഡ് ചീര നിൽക്കുന്നുണ്ട് കേട്ടോ. സാധാരണ വാഴ നനയുമ്പോൾ ചീര നനയുന്നല്ല പറയുന്നത്, പക്ഷേ എൻ്റെ വീട്ടിൽ റണ്ണർ ബീൻസ് നനയുമ്പോഴാണ് ചീര നനഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറേശ്ശേ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, പൂക്കളൊക്കെ ഇട്ടുണ്ട്, എന്താ അറിയില്ല. പിന്നെ ഇതേ സെൻറ്റുമല്ലിപ്പൂവ്, മോർ തക്കാളി, മോർ റെഡ് ചീര, ഇതൊക്കെ വെജിറ്റബിൾ പാച്ചിൽ നേരത്തെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നോക്കിയാൽ ഒരു സ്വീറ്റ് ഹാർട്ട് മെലൺ ഉണ്ടായിട്ടുണ്ട് ഈ കൊല്ലം. ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. എല്ലാ കൊല്ലം ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ട്രൈ ചെയ്യാറുണ്ട്. ലെറ്റസിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, കുറേയൊക്കെ ഞാൻ പൊട്ടിച്ച് കളഞ്ഞു, പൂക്കളിട്ട് തുടങ്ങി. പിന്നെ നമ്മുടെ സൺഫ്ലവർ പൂക്കൾ, ഇതൊന്നും ഞാൻ നടന്നതല്ല. ഓരോ കൊല്ലവും അതിൻ്റെ സീഡ്സ് അവിടെ വീണിട്ട് തന്നെ മുളച്ച് വരുന്നത്. അപ്പം പിന്നെ ഞാൻ പറിച്ച് കളയില്ല. ചിലതിൻ്റെ മുകളിൽ മുട്ടായിട്ടുള്ളൂ. കാലൻഡുള്ള പൂക്കളാണ്. പണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ഇത് എഡിബിൾ പൂക്കളാണ് കേട്ടോ. നമുക്ക് കേക്കിലൊക്കെ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്യാം. മോർ റെഡ് ചീരയുടെ ഒരു കാട് നിൽക്കുന്നുണ്ട് അവിടെ. മോർ റണ്ണർ ബീൻസ് പടർന്നിട്ടുണ്ട്. ക്യാബേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇക്കൊല്ലം, പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല. കാരണം അതിൻ്റെ ഇലയൊക്കെ ആരോ കൊത്തിക്കൊണ്ട് പോകുന്നുണ്ട്. കൊത്തിക്കൊണ്ടല്ല, പുഴുവായിരിക്കും മിക്കതും. ഞാൻ നോക്കണില്ല, ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് വെച്ചതാണ്. പിന്നെ ഈ കാട് പിടിച്ച് കിടക്കുന്നതിൻ്റെ ഉള്ളിലൊക്കെ നമ്മുടെ വയലറ്റ് ബീൻസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ കയറി പൊട്ടിക്കണം. കഴിഞ്ഞ വീക്കിൽ ഞാനൊരു സദ്യ പോലെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറിയുള്ളതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ പാച്ചിൽ നിന്നൊന്നും പൊട്ടിച്ചിട്ടില്ല. ഡാലിയ നിൽക്കുന്നുണ്ട്. ഈ റണ്ണർ ബീൻസ് അവിടെ വീണ് പോയി, എന്നാലും കുഴപ്പമില്ല, ആൾ പടർന്ന് പോകുന്നുണ്ട്. സൂര്യനൊക്കെ എഗെയിൻസ്റ്റ് ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് പിക്ചർ അത്ര ക്ലിയർ അല്ല. ഇത് കുക്കുംബർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഇക്കൊല്ലം എനിക്ക് കുറേ കുക്കുംബർ ഉണ്ടായി, പക്ഷേ ഒന്നും അങ്ങോട്ട് വലുതായി വന്നില്ല, എല്ലാം വാടിപ്പോവായിരുന്നു. അപ്പം ഞാൻ ചെടിയുടെ സ്ഥാനം മാറ്റിയത്. സ്വീറ്റ് കോൺ 4 ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 4 പേർക്ക് ഓരോന്നുള്ള കണക്കിൽ, പക്ഷേ 3 ഉണ്ടായി കിട്ടിയുള്ളൂ. പിന്നെ ഇപ്പോൾ ഹാപ്പി ആയിരിക്കും. അവന് വെജിറ്റബിളിനോട് ഒരു താല്പര്യമില്ല. ഇത് കോഷറ്റ്